എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 മുതൽ 83 വരെ അവിടെ ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മനേച്ചിൻ ബെഗിൻ. പുള്ളി ബെൽറസുകാരനാണ്, പോളണ്ട് ബെൽറസ് ആ ഒരു റീജിയനില്ല. പുള്ളി ഇസ്രായേലിൽ വന്നു, ഇസ്രായേലി പൗരനായി. അദ്ദേഹം 1981 ഓപ്പറേഷൻ ഒപ്പേറ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് 1981. അതെന്താണെന്നറിയോ? അത് ഇറാഖ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ തുടങ്ങിയിട്ട് അവിടെ ബോംബുണ്ടാക്കാൻ പോകും. സദാം ഹുസൈൻ്റെ കാലഘട്ടം 1980 മുതൽ 89 വരെയാണ് ഇറാനും ഇറാഖുമായിട്ടുള്ള യുദ്ധം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ യുദ്ധമാണ്. യുദ്ധം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഇറാന് മനസ്സിലായി ഇറാഖ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. സദാം ഹുസൈനാണ്. ഇറാൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഇറാൻ ഇന്ന് ആരുടെ ന്യൂക്ലിയർ സെന്റേഴ്സ് ആണോ നശിപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞത്, അതേ ഇറാൻ 1980 ഇറാഖിന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിക്കുന്നു, റിയാക്ടർ ആക്രമിക്കും. അമേരിക്കയുടെ ഫാൻഡം വിമാനം വെച്ചൊക്കെയാണ് ആക്രമിച്ചത്. ആ ആക്രമണം സക്സസ്ഫുൾ ആയതുമില്ല. പക്ഷെ ആക്രമിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ന് ഇറാൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സോവറിനിറ്റിയെ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടക്കുന്ന ആക്രമണമാണ്. പക്ഷേ 80 ആദ്യമായി ഈ മധ്യേഷ്യയിൽ നടക്കുന്ന ആക്രമണം, ന്യൂക്ലിയർ സൈറ്റിന് നേരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ് നടത്തുന്ന ഇറാനാണ്. അത് ഇറാൻ ഇറാഖ് യുദ്ധത്തിനിടയിലാണ്, അതായത് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഏതാണ്ട് സംഗതി ഇതാണ്. ഇസ്രായേൽ 2024 ഏപ്രിലും 2024 ഒക്ടോബറിലും ഇറാനുമായിട്ട് ആക്രമണം ഉണ്ടാണ്. ഇറാൻ ഇങ്ങോട്ട് മിസൈലുകൾ വിടുന്നുണ്ട്. അവരുമായിട്ട് നിരന്തര യുദ്ധമാണ്. ഇറാൻ്റെ പ്രോക്സികളുമായിട്ട് യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അപ്പോൾ സെയിം കാര്യമാണ്. അന്ന് ഇറാനെ കൊണ്ട് വിജയിച്ചില്ല. ഇറാഖിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിച്ച് നശിപ്പിക്കാൻ ഇറാന് സാധിച്ചില്ല. 10 മാസത്തിന് ശേഷം ഇസ്രയേൽ അത് ചെയ്തു. ഇറാഖിന് സദാം ഹുസൈൻ്റെ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇസ്രയേൽ നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഗൾഫ് യുദ്ധ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, കുവൈറ്റ് പിടിച്ചടക്കിയതിന് ശേഷം കുവൈറ്റിനെ മോചിപ്പിക്കാനായിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും വരുമ്പോൾ ഇറാഖ് അവരോടല്ല യുദ്ധം ചെയ്തത്. ഇറാഖ് നേരെ ചെയ്തത് എന്താണ്? ടെൽ അവീവിലേക്ക് സ്കഡ് മിസൈൽ അയക്കുകയായിരുന്നു. കാരണം ഇസ്രായേലിനെതിരെ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ബാക്കി അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി തങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നായിരുന്നു സദാം ഹുസൈൻ്റെ ഒരു മോഹം. കാരണം എന്താണ്? റസൂലെ നിൻ വരവാലെ. അതായത് അമേരിക്കയാണ് യുദ്ധം ചെയ്യാൻ പറ്റുന്നത്, ഇസ്രായേൽ എവിടെയോ കിടക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം അമേരിക്കൻ സേനയ്ക്കെതിരെ അല്ല യുദ്ധം ചെയ്യുന്നത്. 10,500 കിലോമീറ്റർ അപ്പുറമുള്ള ഇസ്രായേലി നഗരങ്ങളിലേക്ക് സ്കഡ് വിടുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഇറാൻ്റെ മിസൈലുകളൊക്കെ പലയിടത്തും ഇസ്രായേലിൽ 10-30 അടുത്ത് വന്ന് വീണിട്ടുണ്ട്. അതിൽ 10-15 വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 29 പേര് മരിച്ചു. ഇതേപോലെ ആയിരുന്നു അന്ന് ഗൾഫ് യുദ്ധ കാലഘട്ടത്തിൽ സദാം ഹുസൈൻ്റെ സ്കഡ് മിസൈലുകളും ചെയ്തു. അന്ന് മരണങ്ങളുണ്ടായി, നാശനഷ്ടങ്ങളുണ്ടായി. അവസാനം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കണം. അമേരിക്ക പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, നീ ഇതിനകത്ത് ഇറങ്ങണ്ട. നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഒരുമിക്കും. കാരണം എന്താണ്? റസൂലെ നിൻ കനിവാൻ. ഇതാണ് അതിനകത്തെ വിഷയം. അന്ന് 1981 ഇറാഖിന്റെ ന്യൂക്ലിയർ സെന്റേഴ്സ് ആക്രമിച്ച് അതിനുശേഷം വളരെ വലിയൊരു വിജയമായിരുന്നു. ഇസ്രായേൽ അതിൻ്റെ റിയാക്ടർ മുഴുവൻ അടിച്ചു തകർത്തു. മെഡിറ്ററേനിയനിലൂടെ ഇറങ്ങി തിരിഞ്ഞ് ലെബനന്റെ മേളിൽ കൂടെ പറന്ന് ടർക്കിഷ് ഏരിയയിലേക്ക് ചെന്ന് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. അതിനുശേഷം മനേച്ചിൻ ബെഗിൻ പറഞ്ഞു, On no account shall we permit an enemy to develop weapons of mass destruction against the people of Israel. ഇസ്രായേലിനെതിരെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, സർവനാശശേഷിയുള്ള ഒരു ആയുധം ഉണ്ടാക്കാൻ ഇവിടെയുള്ള ഒരു രാജ്യങ്ങളെ അനുവദിക്കാൻ പാടില്ല. കാരണം പരാജയപ്പെടുന്ന യുദ്ധം നമ്മളുടെ അവസാനത്തെ യുദ്ധമാണ്. We shall defend the citizens of Israel in good time with all means at our disposal. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കണം. ആരെങ്കിലും ചുറ്റും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ചെറിയ ബോംബൊന്നുമല്ല, അണുവായുധം പോലെയുള്ള ബോംബുകൾ ഉണ്ടാക്കിയാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് അടിക്കണം എന്ന് മനേച്ചിൻ ബെഗിൻ പറഞ്ഞു വെച്ചു. ഇന്ന് വരെ അതിനുശേഷമുള്ള എല്ലാ ഇസ്രായേൽ പ്രധാനമന്ത്രിമാരും ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു തത്വം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈവൻ പാകിസ്ഥാന്റെ അണുവായുധത്തിനെതിരെ ഇസ്രായേൽ ആക്രമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾ, ഗാന്ധിയന്മാരായ ഭരണകർത്താക്കൾ, അവർ പറഞ്ഞു ഇതൊക്കെ മോശമാണ്. അമേരിക്കയും സമ്മതിച്ചില്ല. അല്ലെ, ഇസ്രായേൽ ഒരു കൈ നോക്കുമായിരുന്നു. അന്ന് നോക്കിയിരുന്നെങ്കിൽ
ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ എന്താ പറയുന്ന സമീകരണം സാധ്യമാവില്ല. ഇന്നിപ്പോൾ ട്രംപ് ഒക്കെ പറയുന്നത് എന്താണ്? രണ്ടുപേരെയും ന്യൂക്ലിയർ ഇതുണ്ട്, രണ്ടുപേരും തുല്യരാണ്, രണ്ടുപേരും ഗ്രേറ്റ് പീപ്പിളാണ്. എവിടെ നിന്ന്? സമാനതകളില്ലാത്ത രണ്ട് രാജ്യങ്ങൾ. വേറെ ഒരുപാട് സമാനതകളൊക്കെ ഉണ്ടാവും, പക്ഷേ യുദ്ധമികവിൻ്റെ കാര്യത്തിലും ആയുധത്തിൻ്റെ കാര്യത്തിലും കരുത്തിൻ്റെ കാര്യത്തിലും പുരോഗതിയുടെ കാര്യത്തിലും സമാനതകളില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇതിനെ എല്ലാം സമാനമാക്കുന്നത് ഈ ന്യൂക്ലിയർ ആയുധങ്ങളാണ്. അത് തകർക്കാമെന്ന് ഒരിക്കൽ ഇസ്രായേൽ പറഞ്ഞതാണ്. ഇന്ത്യ പറഞ്ഞത് മോശമാണ്, അമേരിക്ക പറഞ്ഞതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പകൽഗാമുകൾ.